കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മുതലായ അവാർഡുകൾ വാങ്ങിയ കെ.ആർ. മീരയുടെ ആരാച്ചാർ എന്ന നോവലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മലയാള ഭാഷയിലാണ് ഈ നോവൽ രചിക്കപ്പെട്ടതെങ്കിലും കഥ നടക്കുന്നത് കൊൽക്കത്ത നഗരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. പുസ്തകത്തിൻ്റെ പേര് പോലെ തന്നെ ഇത് ആരാച്ചാർമാരുടെ കഥയാണ്. ഗംഗാതീരത്തെ ശ്മശാനത്തിന് സമീപമുള്ള ചിത്പൂർ എന്ന പ്രദേശത്തെ ഒരു ബാർബർ ഷോപ്പിനോടും ചായക്കടയോടും ചേർന്ന ഒരു വീട്ടിലാണ് പ്രധാന കഥാപാത്രമായ ചേതന മല്ലിക്കും കുടുംബവും താമസിക്കുന്നത്. പരമ്പരാഗതമായി ഇവരുടെ കുടുംബം ആരാച്ചാർമാരായി ജോലി ചെയ്യുന്നവരാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കവും ചരിത്രവുമുള്ള ആരാച്ചാർ കുടുംബത്തിലെ അവസാനത്തെ കണ്ണികളാണ് ചേതന മല്ലിക്കും പിതാവ് ഫണിഭൂഷൺ ഗൃദ്ദ മല്ലിക്കും. യതീന്ദ്രനാഥ് ബാനർജിയുടെ ദയാഹർജി ഗവർണർ തള്ളി എന്ന ആമുഖത്തോടു കൂടിയാണ് നോവൽ ആരംഭിക്കുന്നത്. നീതി നിർവഹണത്തിന്റെ ഒരറ്റത്തെ കണ്ണിയാണ് ആരാച്ചാർ. കോടതി ഉത്തരവ് പ്രകാരം ഒരു പ്രതിയെ തൂക്കിക്കൊല്ലുക എന്ന കർത്തവ്യമാണ് ഒരു ആരാച്ചാർ നിർവഹിക്കേണ്ടത്. പൊതുവെ ഒരു പുരുഷന് മാത്രമേ ഇതിനുള്ള മനസാന്നിധ്യവും ആരോഗ്യവും ഉള്ളൂവെന്ന സമൂഹത്തിന്റെ പൊതുവായ വിശ്വാസത്തെ തകർത്തുകൊണ്ട് ചേതന മല്ലിക് എന്ന 22കാരി ലോകത്തിലെ ആദ്യത്തെ സ്ത്രീ ആരാച്ചാരായി ലോകത്തിന് മുന്നിലെത്തുന്നു. വർത്തമാന കാലത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക അവസ്ഥകളും പൊള്ളത്തരങ്ങളും ഈ നോവലിൽ ചർച്ച ചെയ്യപ്പെടുന്നു. കൂടാതെ സമകാലീന ദൃശ്യമാധ്യമങ്ങളുടെ ചാനൽ വ്യൂവർഷിപ്പ് കൂട്ടുന്നതിനുള്ള ചതിയുടെയും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളുടെയും പ്രതീകമാണ് സഞ്ജീവ് കുമാർ മിത്ര എന്ന മാധ്യമ പ്രവർത്തകൻ. ഇദ്ദേഹം ഈ നോവലിലെ ഒരു കഥാപാത്രമാണ്. യതീന്ദ്രനാഥ് ബാനർജിയുടെ വധശിക്ഷ തള്ളി എന്ന വാർത്തയിൽ സന്തോഷവാനായിരുന്നു ചേതനയുടെ പിതാവ് ഗൃദ്ദ മാലിക്. കാരണം ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് വധശിക്ഷകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ആയതിനാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് നല്ലൊരു അവസരമായിരുന്നു. തൻ്റെ പ്രായാധിക്യത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും വളരെ ബോധവാനായിരുന്ന ഗൃദ്ദ മാലിക് ആരാച്ചാർ ജോലി നിർവഹിക്കണമെങ്കിൽ മകൾക്ക് ആരാച്ചാരായി ഗവൺമെൻറ്റിൽ സ്ഥിര ജോലി നൽകണം ആവശ്യമുന്നയിച്ചു. ഇദ്ദേഹത്തെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത് മാധ്യമപ്രവർത്തകൻ സഞ്ജീവ് കുമാർ മിത്രയാണ്. തൻ്റെ TV ചാനലിൻ്റെ വ്യൂവർ റേറ്റിംഗ് കൂട്ടുന്നതിനായി ഇയാൾ നീതീകരിക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ആരാച്ചാർമാരുടെ കുടുംബമായതിനാൽ തന്നെ മരണമെന്നത് ഈ കുടുംബത്തിലെ സ്ഥിരം വർത്തമാന വിഷയമായിരുന്നു. പക്ഷേ പ്രണയത്തെ അടുത്തറിഞ്ഞപ്പോൾ ഭൂമിയിൽ മരണത്തേക്കാൾ അനിശ്ചിതത്വം പ്രണയത്തിന് മാത്രമേ ഉള്ളൂ എന്ന് ചേതന തിരിച്ചറിഞ്ഞു. ചേതനയെപ്പോലെ നിരവധി സ്ത്രീ കഥാപാത്രങ്ങളും അവരുടെ സംഘർഷഭരിതമായ ജീവിതങ്ങളും ഈ നോവലിൽ പ്രതിപാദിക്കുന്നു. ആരാച്ചാരായി നിയമിതയാവുന്ന ചേതന തൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നയിടത്ത് പുസ്തകം അവസാനിക്കുന്നു.